നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഇരട്ട ഗോളുകളാണ് കോൾ പാൽമറുടെ വക. 3-0 തകർത്തങ്ങ് വിട്ടു. നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ടീമെന്ന് പലരും വാഴ്ത്തിപ്പാടിയ PSG ചെൽസി കിരീടം ചൂടി. ഇപ്പോഴിതാ മഹാരഥന്മാർക്കിടയിലാണ് കോൾ പാൽമർ ഇടം പിടിച്ചിരിക്കുന്നത്. കോൾ പാൽമർ ഇസ് ദി തേർഡ് ചെൽസി പ്ലെയർ ടു സ്കോർ മൾട്ടിപ്പിൾ ഗോൾസ് ഇൻ എ ഫൈനൽ ദിസ് സെഞ്ചുറി. ഈ നൂറ്റാണ്ടിൽ ഒന്നിലധികം ഗോളുകൾ ഒരു ഫൈനൽ മത്സരത്തിൽ നേടിയ മൂന്നാമത്തെ മാത്രം ചെൽസി താരമാണ് അദ്ദേഹം. ദിദിയർ ഡ്രോഗ്ബ 2 തവണ നേടിയിട്ടുണ്ട്, എദൻ ഹസാർഡ് 1 തവണ നേടിയിട്ടുണ്ട്. സോ ചെൽസി ലെജൻഡായിട്ട് ഓൾറെഡി മാറിയിരിക്കുന്നു കോൾ പാൽമർ എന്നർത്ഥം. കോൾ പാൽമറുടെ ബിഗ് മാച്ചുകളിലെ പെർഫോമൻസ് നോക്കിയാൽ ക്ലബിനും രാജ്യത്തിനും ഒക്കെയായിട്ട് 2023 യുവേഫ സൂപ്പർ കപ്പിൽ അദ്ദേഹത്തിൻ്റെ വക ഗോൾ ഉണ്ടായിരുന്നു. പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമായിരുന്നു. 2024 യൂറോ ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ വക ഗോൾ ഉണ്ടായിരുന്നു. 2025 കോൺഫറൻസ് ലീഗ് ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ വക ഇരട്ട അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു. 2025 ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ ഇതാ 2 ഗോളുകളും ഒരു അസിസ്റ്റും നേടുന്നു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അദ്ദേഹം സ്വന്തമാക്കുന്നു. സോ ബിഗ് മാച്ചുകൾ വരുമ്പോൾ ഒട്ടും കാല് വിറക്കാതെ കോൾ പാൽമർ പെർഫോമൻസ് നടത്തുന്നു. നോക്കുക, കോൾ പാൽമർ ഹാസ് ബീൻ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ 6 goals ഇൻ ഹിസ് ലാസ്റ്റ് 3 ഫൈനൽസ് ഫോർ ക്ലബ് ആൻഡ് കൺട്രി. 6 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 3 ഫൈനലുകളിൽ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുണ്ട്. സ്പെയിനിനെതിരെ യൂറോയിൽ ഫൈനലിൽ 1 ഗോള്, ബെറ്റീസിനെതിരെ യുവേഫ കോൺഫറൻസ് ലീഗിൽ 2 അസിസ്റ്റുകൾ, പിന്നെ ഇതാ PSG-ക്കെതിരെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ 2 ഗോളും 1 അസിസ്റ്റും. യെസ്, കോൾ പാൽമർ അല്ല, ഹീ ഈസ് കോൾഡ് പാൽമർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.